വയനാട് ഉരുൾപൊട്ടലിൽ മരിച്ച 4 പേരുടെ മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി. കാന്തൻപാറയിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹങ്ങൾ എയർലിഫ്റ്റ് ചെയ്യാനായില്ല. PPE കിറ്റ് ഇല്ലാതെ മൃതദേഹങ്ങൾ എയർലിഫ്റ്റ് ചെയ്യാൻ കഴിയില്ലെന്ന് സന്നദ്ധ സംഘം അറിയിച്ചു. പുനരധിവാസ സമിതിക്ക് സർക്കാർ രൂപം നൽകണമെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ ആവശ്യപ്പെട്ടു. വീട് നഷ്ടപ്പെട്ടവർക്ക് അടിയന്തര ആശ്വാസ ധനസഹായം നൽകാൻ സർക്കാർ തീരുമാനിച്ചു. അതിസങ്കീർണമായിരുന്നു കാന്തൻപാറയിലെ ദൗത്യം. റിപ്പണിൽ നിന്ന് പോയ സംഘമാണ് മൃതദേഹങ്ങൾ കണ്ടത്. ജീർണിച്ച നിലയിലായിരുന്നു മൃതദേഹങ്ങൾ. ദൗത്യസംഘത്തിന് PPE കിറ്റുകൾ ലഭിക്കാത്തതിനാൽ എയർലിഫ്റ്റിംഗ് സാധ്യമായില്ല. നമ്മൾ 9 മണി 10 മണി മുതൽ റിപ്പോർട്ട് കൊടുത്തിട്ട് ഇപ്പൊ സമയത്തായി നമുക്ക് 3:52 ഈ സമയത്ത് നമുക്ക് ഇപ്പോൾ ഹെലികോപ്റ്റർ വന്നിട്ട് ആകെ തന്ന സാധനം ഒരു PPE കിറ്റ് വരെ അല്ലാതെ ഈ ഇത്രയും 12 ദിവസം കഴിഞ്ഞ് ഈ ബോഡി ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് അത്രയും അഴകിയ ഒരു ബോഡിയാണ്. ആ ബോഡികൾ നമ്മൾ എടുക്കണം എന്നുണ്ടെങ്കിൽ PPE കിറ്റ് പോരാ. പക്ഷെ PPE കിറ്റെങ്കിലും നമുക്ക് എന്താക്കിയിട്ടില്ല, ഇവരെത്തിച്ചെന്നില്ല. അത്രയും പറഞ്ഞതാണ്. ഇപ്പൊ നമുക്ക് ആകെ 2 ഗ്ലൗസും പാക്ക് ചെയ്യാനുള്ള 2 കവറുമാണ് തന്നത്. ഇതിലൊന്നും അത് എടുത്ത് കൊണ്ടുപോക്കൽ നടക്കൂല. പുനരധിവാസ പദ്ധതിക്ക് സർക്കാർ കാലതാമസം വരുത്തരുതെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. സുതാര്യതയ്ക്കായി MLA-മാരെയും MP-മാരെയും ഉൾപ്പെടുത്തി സമിതി രൂപീകരിക്കണമെന്നും KPCC പ്രസിഡന്റ് K. സുധാകരൻ ആവശ്യപ്പെട്ടു. വീടും വസ്തുവകകളും പൂർണ്ണമായി നഷ്ടപ്പെട്ടവർക്ക് താമസ സൗകര്യമൊരുക്കുന്നതിന് സർക്കാർ ആശ്വാസ ധനസഹായം പ്രഖ്യാപിച്ചു. ജീവനോപാധി നഷ്ടപ്പെട്ട കുടുംബത്തിലെ പ്രായപൂർത്തിയായ ഓരോ വ്യക്തിക്കും 300 രൂപ വീതം ആശ്വാസ ധനസഹായം നൽകാനാണ് തീരുമാനം. 24 വയനാട്. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി ജനകീയ തെരച്ചിൽ നടത്തി. ക്യാമ്പിൽ കഴിയുന്ന നാട്ടുകാരെ ഉൾപ്പെടുത്തിയായിരുന്നു പരിശോധന. ഞായറാഴ്ച കൂടുതൽ പേരെ പങ്കെടുപ്പിച്ച് തിരച്ചിൽ നടത്തുമെന്ന് മന്ത്രി P. മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച മുണ്ടക്കൈ, ചൂരൽമല പ്രദേശങ്ങളിൽ രാവിലെ 9 മുതൽ 1 മണി വരെയായിരുന്നു തിരച്ചിൽ. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി ഉച്ചയോടെ തിരച്ചിൽ അവസാനിപ്പിക്കണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു. സാധ്യമായ ഇടങ്ങളിൽ പ്രദേശവാസികളുടെയും ക്യാമ്പിൽ കഴിയുന്നവരുടെയും നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തി. സന്നദ്ധ സംഘടനകളും സേനാ വിഭാഗങ്ങളും തിരച്ചിലിന്റെ ഭാഗമായി. ഞാൻ എൻ്റെ ഇത് നടന്നതിന്റെ അപ്പുറത്താണ് വീടുള്ളത്. ഒന്നും കൂടെ കൂടുതൽ ആളും കൂടി എത്തിക്കഴിഞ്ഞാൽ, ക്യാമ്പിൽ നിന്നുള്ള ആൾക്കാരും കൂടി എത്തിക്കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് ബോഡി റിക്കവറി ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചൂരൽമല, അട്ടമല, മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം, വെള്ളാർമല വില്ലേജ് റോഡ്, GVHSS വെള്ളാർമല എന്നിങ്ങനെ 6 സോണുകൾ കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ നടത്തിയത്. ക്യാമ്പിലെ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ച് ഞായറാഴ്ച വീണ്ടും തിരച്ചിൽ നടത്തുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. അല്ല, ഇന്നിപ്പോ പ്രധാനമന്ത്രി വരുന്നതിന്റെ ഭാഗമായി 24 മണിക്കൂർ മുമ്പ് സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് വേണ്ടി ഇവിടെ ജനകീയ തെരച്ചിൽ നിർത്തേണ്ടി വരും. പക്ഷെ ഞായറാഴ്ച ജനകീയ തെരച്ചിൽ തുടരും. 131 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. 24 വയനാട്.